ഇഷ്ടം. പക്ഷേ എനിക്ക് നെറ്റും കുറവാണ്. പിന്നെ അവന്മാരെ പൊട്ടന്മാർ ഒന്നിനും ആക്റ്റീവ് അല്ല. എന്ന് വെച്ചാൽ ഞാൻ ഡിസ്കോഡിലാണ് സാധാരണ മൾട്ടിപ്ലെയർ ഇടുന്നത്. അവന്മാർ അതിലൊന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാനാ, അറിയാമല്ലോ, സിംഗിൾ പ്ലെയർ തന്നെ ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ല മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടുമെന്ന്. അവന്മാർ വന്നില്ല. അപ്പം നമുക്കൊന്ന് കളിക്കാം. പിന്നെ ഈ മൈൻക്രാഫ്റ്റിൽ ഞാൻ ഇന്ന് കുറച്ച് മോഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫേക്കാണ് കേട്ടോ, അതൊന്ന് മൈൻഡ് ചെയ്യണം നിങ്ങൾ. 2 മോഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ബെറ്റർ മൈൻക്രാഫ്റ്റ് ഞാൻ വാങ്ങി. പിന്നെ ബെറ്റർ മൈൻക്രാഫ്റ്റ് ഞാൻ അത്രയ്ക്ക് കേട്ടിട്ടില്ല. പക്ഷേ ബെറ്റർ മൈൻക്രാഫ്റ്റ് ഇല്ല, ബെറ്റർ ഞാൻ കേട്ടില്ല. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് വാങ്ങിച്ചതാണ്. ഈ ആക്ഷൻ ആൻഡ് സ്റ്റഫാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. അത് നിങ്ങൾക്ക് വലിയ മനസ്സിലാവും. അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ ഇന്ന് വീഡിയോ അവന്മാർ പറഞ്ഞതിന് വിടാവുന്ന കാര്യം, എനിക്ക് ഇന്നലത്തെ വീഡിയോയിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടി. ഏകദേശം എത്രയായിരുന്നു, 60 സംതിങ് വ്യൂസ് കിട്ടി ഫസ്റ്റ് വീഡിയോയ്ക്ക്. എന്നിട്ട് ഒരു ബ്രോ വന്ന് കീപ് ഗോയിങ് എന്ന് കമൻറ്റ് ചെയ്ത്. ആ ബ്രോയിന് സ്പെഷ്യൽ താങ്ക്സ്. കാരണം ആ ബ്രോ മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, അത് വേറെ കാര്യം. അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ വേറൊരു ബ്രോയും കൂടെ എന്നെ കമൻറ്റ് ചെയ്തു. അവർക്ക് 2 പേർക്കും വെരി ബിഗ് താങ്ക്സ്. പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ സമയം കൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് പറയേണ്ടതാണ്. അപ്പോൾ സമയമുള്ളതുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് നിങ്ങൾ ഒന്ന് പെട്ടെന്ന് പോയി ഒരു വീഡിയോ കണ്ടിച്ചോ. ഇത് ലോഡാവണ വരെ. ബൈ. ഓക്കെ ഗൈസ്, നിങ്ങളൊന്ന് തിരിച്ചു. ഓക്കെ, നമുക്കെന്നാൽ വീഡിയോ എടുക്കാം. എനിക്കെന്താ ബുക്ക് കിട്ടി കേട്ടോ. ഒരു ബുക്ക് മാത്രം കിട്ടി. ബുക്കും കിട്ടി, വേറെ എന്തൊക്കെ ഐറ്റംസും കിട്ടി. എന്നിട്ട് താങ്ക്സ് ഫോർ പ്ലേയിങ് ബെറ്റർ റോക്ക് ബുക്കാണ് ഗൈസ്. ഗൈഡ്. പിന്നെ നിങ്ങൾക്കറിയാലോ, എനിക്ക് ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗൈഡൊന്നും ഇല്ലാതെ കളിക്കാം. ഫസ്റ്റ് ഞാൻ ബെറ്റർ മൈൻക്രാഫ്റ്റ് ആദ്യമായിട്ട് കളിക്കുന്നത്. ആക്ഷൻ ആൻഡ് സ്റ്റഫ് ഞാൻ കളിച്ചിട്ടുണ്ട്. ബെറ്റർ മൈൻക്രാഫ്റ്റ് ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് മരം മുറിച്ച് ആദ്യത്തെ ബ്ലോക്ക് മാറ്റി വയ്ക്കാം. നമുക്കൊരു വെറൈറ്റിക്ക് ആദ്യത്തെ ബ്ലോക്ക് വേറെ ആക്കിയാലോ. മൈൻഡ് ചെയ്ത് കയ്യിലെടുക്കുന്നതിനാ. ഇപ്പോൾ പൊട്ടിച്ചൊന്നും കൂട്ടണ്ട. മൈൻഡ് ചെയ്ത് കയ്യിലെടുക്കുന്നത്. അത് ആദ്യത്തെ ഡേറ്റ് ആകാം. ഞാൻ ആദ്യമായിട്ട് മൈൻഡ് ചെയ്യുന്ന ബ്ലോക്ക് ഡേറ്റാണ് കേട്ടോ ഗൈസ്. ഗൈസ്, ഈ ബ്ലോക്ക് ഞാൻ മാറ്റി വെച്ചേക്കും, അല്ലെങ്കിൽ മിക്സ് ആവും ഗൈസ്. അതാണ് ഞാൻ ഫസ്റ്റായിട്ട് പിന്നെ ഒരു ശ്രുതി ബ്രോ അടിച്ചാണ്. അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. എന്നുവെച്ചാൽ ഞാൻ അതാണ് ഇങ്ങനെ ഫസ്റ്റ് ബ്ലോക്ക് കളക്ട് ചെയ്ത് വെക്കുന്നത്. ഇത് മിക്സായ മിക്കവാറും കുളം. ഞാനിപ്പോൾ അത് മുറിച്ചേനെ. ടഫ് തന്നെ. ഞാൻ പിന്നെ വില്ലേജിൽ വീട് വയ്ക്കുന്നൊന്നുമില്ല. നല്ലൊരു സ്ഥലം കണ്ട വീട് വയ്ക്കും. കേവ് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഞാൻ വീട് വയ്ക്കും. അതിനുമ്പേ മരം മുറിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഭയം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ആക്ഷൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഏത് ഭയം ഒന്നും പോലും അറിയാൻ പറ്റുന്നില്ല.
ഇതേതാടാ ബയോമ്? അതോ ഒരു ബയോമ്. ഡാർക്ക് ഓക്ക് ആണെങ്കിൽ ഏതോ ബയോമാണ്, ഏതോ ഒരു ബയോ. ഡാർക്ക് ഓക്ക് ബയോമായിരിക്കും. അടുത്ത ഒരു വലിയ മണ്ടത്തരമാണ്. ഞാൻ എല്ലാം പിടിച്ച് സ്റ്റിക്കാക്കി. കൺഗ്രാജുലേഷൻസ്. അവിടെ ഡിയറൊക്കെ നിൽക്കുന്നു. ഇത് ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ അല്ലേ? ബെറ്ററൊക്കെയാണ്. ഈ ആക്ഷൻ സ്റ്റഫ് മോഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ. നല്ല രസമാണ്. ചാടി കളിക്കുക. എനിക്കിന്നെ ലാഗാവണതിൻ്റെ കാരണം ഞാനിപ്പോൾ നെറ്റ് ഇച്ചിരി കുറവാണ്. പക്ഷേ നെറ്റ് കുറവായിട്ട് മൈൻക്രാഫ്റ്റ് എന്താ ബന്ധം? ലാഗാവണതിൻ്റെ കാരണം വേറെ എന്താണ് ഗൈസ്? പക്ഷെ എനിക്ക് മുമ്പ് ലാഗാവില്ലായിരുന്നു. നമുക്കൊരു പിക്കാക്സ് മാത്രം ഉണ്ടാക്കാം, കാരണം ബാക്കിയെല്ലാം സ്റ്റോൺ വെച്ച് ഉണ്ടാക്കണേ നല്ലത്. പിന്നെ ഗൈസ് ഇതിൻ്റെ ഒരുപാട് പ്രശ്നമുണ്ട് നേരിട്ട് ബെഡ്റോക്കിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അയൺ മൈൻഡ് ചെയ്യണമെങ്കിൽ കോപ്പർ എടുക്കണം. അതാണ് ഒരു വിറ്റ്. അത് അവരങ്ങനെ വെച്ചതിന് കാരണം നമ്മൾ ഈ കോപ്പർ മൈൻഡ് ചെയ്യൂലല്ലോ. ചിലപ്പോൾ കോപ്പർ നമ്മൾ മിസ് ചെയ്ത് അയൺ മാത്രം മൈൻഡ് ചെയ്യും. പക്ഷേ മൈൻഡ് ചെയ്യും. ആ കോപ്പറിന് നമ്മൾ മൈൻഡേ ചെയ്യൂല. അതാണ് ആ ഒരു കോപ്പർ വച്ച് മാത്രമേ അയൺ എടുക്കാൻ പറ്റുമെന്ന് റൂൾസ് ഇട്ടത്. മനസ്സിലായില്ല. ഞാൻ എൻ്റെ PvP സ്കിൽസൊക്കെ ഉപയോഗിച്ചു ഗൈസ്. ഞാനിപ്പോൾ ചത്തുപോയി. അതെന്തുവായിരുന്നു സത്യത്തിൽ? നമുക്ക് നാത്തു പോയി നോക്കിയാലേ. ലെറ്റ്സ് ഡു എ PvP. പുതിയ റൂം. ഈ ട്രിക്കൊന്നും ഇവൻ്റെ അടുത്ത് വർക്കാവൂടാ. ചത്ര ആദ്യത്തെ മരണം. നമ്മൾ അങ്ങനെയൊന്നും തോറ്റു കൊടുക്കുന്നവരല്ലടാ. പഴയതിനെക്കാട്ട് പവറായിട്ട് വരും. ജസ്റ്റ് PvP എടുക്കാൻ പോയതാ. പക്ഷെ സ്കെൽട്ടന് നല്ല പവറുണ്ട് ഗൈസ്. നമ്മൾ ന്യൂ ആയിട്ട് വന്നൊരു ലേറ്റ് ആയിട്ട് പക്ഷേ അല്ലേ, അത് ഡയലോഗ് ആയിട്ടിപ്പോയി. ലേറ്റ് ആയിട്ട് വന്നൊരു ലേറ്റസ്റ്റ് ആയിട്ടേ വരുള്ളൂ അല്ലേടാ? ആരെടുത്ത് ഡാന്ന് പറയാൻ അറിയില്ല. ഡാന്ന് പറയാൻ പാടാ. ലാഗായിപ്പോയി വീടാൻ. നീ എൻ്റെ അടുത്ത് പറയാം അല്ലേടാ മോനെ സൂണാവാക്കണേ ഗൈസ്. നല്ല ഒരു അഭിപ്രായം ചോദിക്കട്ടെ. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്കിവിടെ വീട് വെച്ചാലോ? വേണ്ട, ശരിയാവില്ല. ഒരു രസമില്ല. കേവ് ലൈഫ് വേണ്ട. പുറത്ത് തന്നെ. പക്ഷേ കേവ് ലൈഫ് വേണം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന കേവ് എന്ന് വെച്ചാൽ ലയണിൻ്റെ കേവില്ലേ, സിംഗം കേവ് എന്ന് വെച്ചാൽ ഈ സൈഡിൽ കുറച്ച് ഗുഹ പോലെ വന്നിരിക്കുന്നത്. അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ എടുക്കാം. കോമഡി കഥ പറഞ്ഞാൽ ഞാനത് ഈ ക്രീപ്പർ ഫ്രണ്ട്ലിയാണ്, പൊട്ടും, പക്ഷേ അത് ഡാമേജ് വരൂലെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം കളിക്കാനകത്ത് പോയി കയറിയിട്ടുണ്ട്. അത് പൊട്ടിത്തെറിക്കുകയും ചെയ്ത്. എൻ്റെ അതും ഡയമണ്ട് ആർമർ ഇട്ടിട്ടാണേ. ഞാൻ ക്രിയേറ്റീവ് എടുത്ത് ഡയമണ്ട് ആർമർ എടുത്ത് വെച്ചിട്ട് ഇതിൽ ഞാൻ ക്രിയേറ്റീവ് ഒന്നും എടുക്കില്ല. അത് നിങ്ങൾ പേടിക്കേണ്ട. കാരണം ഞാൻ എപ്പോൾ കളിച്ചാലും ഇതെടുത്ത് വയ്ക്കും. പിന്നെ നിങ്ങൾക്കറിയാലോ, അച്ചീവ്മെൻറ്റ് പോയാൽ മാത്രമേ ക്രിയേറ്റീവ് എടുത്തെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ എപ്പോൾ കളിച്ചാലും റെക്കോർഡ് ചെയ്തേ കളിക്കുള്ളൂ. എനിക്ക് കൊച്ചിലെയാണ് ഞാൻ ഭയങ്കര ആദ്യമായിട്ട് കളിച്ചപ്പോൾ അങ്ങനത്തെ കോമഡി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചത്തിട്ടോട്ട്. ഞാൻ കഥ പറഞ്ഞ് എത്രയും ഫുഡ് മൈൻഡ് ചെയ്താ. പിന്നെ ഞാൻ നേരത്തെ എന്തോ ഉദ്ദേശിച്ചിട്ടില്ല. ഗൈസ്, നമ്മൾ സീഡ് ബെറ്റർ മൈൻക്രാഫ്റ്റ് നല്ല ഭംഗിയാണ് കണ്ടാ. സാക്കിനകത്തൊക്കെയാണ് വരുന്നത്. എനിക്ക് പക്ഷേ ഇത് ഇഷ്ടമില്ല എടാ. എനിക്കിന്ന് രാത്രി കിടന്നുറങ്ങണം കേട്ടോ. അതിന് വേണ്ടി നിൻ്റെ ഊളൊന്ന് തന്നാൽ വലിയ ഉപകാരമായേനെ. ഗൈസ്, ഇത് സാധാ ഷീപ്പല്ലേ ഗൈസ്? ഇത് ഷീപ്പിൻ്റെ വേറെ എന്താ സാധനമാണ്. സാധാ ഷീപ്പല്ല. നീ എന്തുവാ ഡിയറല്ലേ? ഡിയറല്ലേ? അതെ, ഡിയറിനെ കൊന്ന വല്ലതും കിട്ടുമോ? വേണ്ട, പാവം ജീവിച്ചു കൊടുക്കും.
നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, എന്നെ സപ്പോർട്ട് ചെയ്യും. ഞാൻ പിന്നെ ഹൈപ്പ് ചെയ്യണ ഓപ്ഷൻസൊക്കെ വയ്ക്കാം, ഹൈപ്പ് ചെയ്യാം, ലൈവ് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ വയ്ക്കാം, ഹൈപ്പ് ചെയ്ത് തരാൻ പറ്റുന്ന ഓപ്ഷൻസ് അതൊക്കെ പിന്നെ വയ്ക്കാം. ആ പൊട്ടന്മാരൊന്ന് വന്നെങ്കിൽ ഇച്ചിരി ഇവിടെ ഫണ്ണായിരുന്നേനല്ലേ. അവന്മാർ വരില്ല, അവന്മാർ വേറെ എന്തിനോ പണി. ഗൈസ് അവന്മാർ ഞാൻ അറിയാത്ത നൈസൊരു ചാനലുണ്ടാക്കിയ. ഓ പ്രഷ്യസ് ഇത് വെച്ച് നമുക്ക് അയൺ മൈൻഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആദ്യം ഇത് തന്നെ മൈൻഡ് ചെയ്തേക്കാം. സ്റ്റോൺ വെച്ച് അത് മൈൻഡ് ചെയ്യാൻ പറ്റും. ഇത് സൈക്കിൾ പോലെയല്ലേ എന്നുവെച്ചാൽ ഓൾറെഡി മൈൻക്രാഫ്റ്റിലൊരു ഡിഫോൾട്ട് സൈക്കിളുണ്ട്, അത് ബ്രേക്ക് ചെയ്യാനാണ് ഈ ബെറ്റർ മൈൻക്രാഫ്റ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഏത് കോപ്പർ കൊണ്ട് അയൺ മൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അന്തരത്തേക്ക് സംഭവമാണല്ലോ. ഞാൻ ആദ്യം പോയി ഇതെടുക്ക്, ശരി ഇതെടുക്ക്. എന്നിട്ട് ഏതാണ് ഏസ് ഇത് ഷീപ്പല്ല കേട്ടോ, ഇത് വേറെ എന്തോ സാധനമുണ്ട്. ഷീപ്പ് ബെറ്റർ മൈൻക്രാഫ്റ്റിൽ സാധാ ആക്ഷൻ ആൻഡ് സ്റ്റഫിൽ സെയിം ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി സാധാ ടൂൾസൊക്കെ ഉണ്ടാക്കാം. ഒരു ഇത് ഇത്രയും പോലെ ഒരു ശവലം കൂടി ഇരിക്കട്ടല്ലേ, പവർ വരട്ട്. ശവലം ഉണ്ടാക്കിയല്ല. ഇനി എല്ലാ സാധനവും എടുത്ത് ഇൻവെൻട്രി ആക്കി. ഇനി നമുക്ക് ഇതും പൊട്ടിച്ചുകൊണ്ടെടുത്ത് നമ്മുടെ ജീവനിക്ക് പോവാം. ഇനി നമ്മളൊരു വീടുണ്ടാക്കണം. ഒരു വീടുണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ടപ്പും കൂടെ ചെയ്തിട്ട് ഈ വീട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അതൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ നല്ലൊരു സ്ഥലത്ത് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അല്ലേ നല്ലത്. എന്തായാലും നിങ്ങളൊരു അരമണിക്കൂറൊക്കെ പ്രതീക്ഷിച്ചു, അതിന് മേലെ പ്രതീക്ഷിക്കേണ്ടത്. കാരണം അതിൻ്റെ മേലെ ഞാൻ വീഡിയോ എടുക്കും. ഗൈസ് ഇത്ര ഇത് കിട്ടുമല്ലേ കോപ്പർ, ഒരു കോപ്പർ മൈൻ ചെയ്താൽ. അപ്പോൾ പിന്നെ അയൺ മൈൻ ചെയ്യും കോപ്പർ ആയാലും ഇവർ മാറ്റിയത് നന്നായി. എന്നാൽ കോപ്പർ നല്ല ചീപ്പാണ്. ഇപ്പം എത്ര കോപ്പർ കിട്ടി? 25. അത് നമുക്ക് പിന്നെ എന്നൊരു ഫർണീസും കൂടെ ഉണ്ടായിരിക്കാം. വീട്ടിൽ ഇച്ചിരി കൂടെ ഇതെടുക്കാം. മൈൻ ഇതുണ്ടല്ലോ, ഇതും കിട്ടിയല്ലേ ഗൈസ്. നമുക്കങ്ങനെ കോളും കിട്ടിയിരിക്കുകയാണ്. അവിടെ എന്തോ ഞാൻ കണ്ട, എന്തോ ഗ്ലിച്ചായി ഞാൻ കണ്ട. എന്തോ സ്റ്റഫ് ഇത് ബെറ്റർ മൈൻക്രാഫ്റ്റ് നല്ല കോമ്പിനേഷൻ ഞാൻ ഉണ്ടാക്കിയത്. കൊള്ളാമോ? ഇതെന്തിങ്ങനെ കുനിഞ്ഞു നടക്കുന്നത് ഗൈസ്? എനിക്ക് ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണാനില്ല. പള്ളി ഇതെന്തോ നമ്മളെ കണ്ടില്ല കേട്ടാ. അവൻ മറ്റേ എൻചാൻറ്റഡ് ആണെന്ന് വെച്ചാൽ ആക്ഷൻ സ്റ്റഫിൽ എൻചാൻറ്റഡ് ഒരു ഫീച്ചറുണ്ട്. അയ്യോ കണ്ടു മുങ്ങിക്കും. അമ്മച്ചേ വെള്ളം. അയ്യോ എന്നെ മാനത്ത് മൈനെ പഠിപ്പിച്ചേ. കൈസ് എൻ്റെ ഒരു മരം ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നല്ലേ. പിന്നെ കൈസ് ഒരു കോമഡി ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്ക് എന്ന് പറഞ്ഞില്ലേ, അത് ജസ്റ്റ് ഒന്ന് മിസ്സായി കേട്ടാ. എൻ്റെ ആക്ഷൻ സ്റ്റഫിന് എന്തോ പറ്റി ഗൈസ്. എൻ്റെ സ്വിമ്മിങ് ആനിമേഷൻ കണ്ടോ? ഇനി കുറച്ച് നേരം ഫസ്റ്റ് പേഴ്സൺ ഇട്ട് കളിക്കാം, രസം. ഗൈസ് ഞാൻ എന്തിനാ അത് വെച്ചെന്നറിയാമോ നിങ്ങൾക്ക്? ബോട്ട് ഉണ്ടാക്കാനാണ്. First person. Guys, let's go. Okay guys, പാട്ടിട്. Jingo chicka. Wasting my nights, you turned out the lights. Now I'm paralyzed, still stuck in that. നിങ്ങൾ ബോറടിക്കണ്ട, ഞാൻ ഈ ഫസ്റ്റ് നൈറ്റ് ഇത് കഴിഞ്ഞ് വിളിക്കാം. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുകയാണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുകയാണ്. ഇതൊന്ന് രാവിലെ ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. എനിക്ക് അതിനുള്ള ക്ഷമയില്ല ഗൈസ്, ക്ഷമയില്ലെന്ന് വെച്ചാൽ ഒട്ടുമില്ല. കാരണം A zombie life is lonely. I stroll through the night, hoping somebody might hold me. I'm a creeper, Minecraft script creeper.
പുറത്തിറങ്ങില്ല. ഇത്രയും ഞാൻ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പൊട്ടണം ലാസ്റ്റ് നിമിഷം എല്ലാവരും കൂടെ ബീഫ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കാനാണ് ഞാൻ നേരത്തെ നിർത്തി വെച്ചത്. ബോട്ട് ഉണ്ടെങ്കിൽ പിന്നെ സേഫ് ഗൈസ്. ഞാൻ ഈ ഗെയിം നിർത്തുന്ന കേട്ടോ. ഇതൊട്ട് സേഫ് അല്ലാത്ത വൃത്തിയായിട്ട ഹൊറർ ഗെയിമാണത്. മൈൻക്രാഫ്റ്റ് എന്തായിരുന്നു മൈൻക്രാഫ്റ്റ് എന്തോ ക്രിയേറ്റീവ് കൂട്ടാനുള്ള ഗെയിമാണിത്. പക്കാ ടെറർ ഹൊറർ ഗെയിമാണ്. മനുഷ്യന്മാരെ പ്രാന്ത് പിടിപ്പിച്ച് കൊന്ന് അതിൻ്റെ ഹസ്തി കൂടെ എടുപ്പിച്ച് എന്നിട്ട് അതിനെ കറി തിന്നുന്ന ഗെയിം. ഗൈസ് ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സോമ്പിടെ വായിക്കാത്ത കിടന്നേനെ. ഓക്കെ, ഇപ്പോഴാണ് ഹാർട്ട് ബീറ്റ് എന്ന് വീണത്. രാവിലെ ആയിട്ട് ഞാൻ പോവുള്ളൂ. ഓക്കെ, രാവിലെ ആയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് പറയണോ, എനിക്ക് ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലേ സ്കോളുള്ളതുകൊണ്ട്. നമുക്ക് കുറച്ച് ലൈറ്റ് ഉണ്ടാക്കി ഇവിടെ വെച്ച് ഇവിടെ നിന്ന് തന്നെ നമുക്കൊന്ന് ക്യാമ്പ് ചെയ്യാം. മീൻസ് നമുക്ക് ബേസിക് ടൂൾസ് ഉണ്ടല്ലോ. സോറി ഗൈസ്, ഞാൻ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു. സത്യത്തിൽ ഞാൻ നിർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൊബൈലിൽ ചാർജ് ചെയ്താൽ അതാണ് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ വന്നപ്പോൾ ഈ സാധനം രാവിലെ ആയിട്ടില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് തന്നെ ഇരുന്ന് ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബോട്ട് ഉണ്ടാക്കണം. ബോട്ട് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? ബോട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലേ? എന്നാൽ നമുക്കങ്ങനെ ഉണ്ടാക്കാം. ബോട്ടൊന്ന് അടിക്കട്ടെ. പക്ഷേ ബോട്ടൊന്ന് അടിക്കണ്ടല്ലോ. നമുക്കിങ്ങനെ വെച്ചു കൊടുത്തുണ്ടാക്കാം അല്ലേ? എനിക്ക് ക്രാഫ്റ്റിംഗ് റെസിപ്പി അറിഞ്ഞുകൂടെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സത്യം തന്നെ എനിക്ക് ക്രാഫ്റ്റിംഗ് റെസിപ്പി അറിഞ്ഞുകൂടാ. ഒരു ബോട്ട് ഉണ്ടാക്കാനുള്ള മാത്രം അറിയാം. എന്നുവെച്ചാൽ എനിക്ക് ക്രാഫ്റ്റിംഗ് റെസിപ്പി ഒന്നും കാണാതെ അറിഞ്ഞൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഹാർട്ടില്ല, അതാണ് എനിക്ക് പേടി. മുകളിൽ കയറുമ്പോൾ എൻ്റെ കയ്യിൽ സോഡൊക്കെ ഇരിക്കുന്നതെന്ന് പറയുന്നത് ശരി തന്നെ. പക്ഷേ ഏത് സോംബിയൊക്കെ വന്നാൽ നിങ്ങൾ നേരത്തെ വന്ന് കണ്ടില്ലേ? രാവിലെ ആയില്ലേ? ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടിക്കൊണ്ട് ഓടിക്കോ. ആരുമില്ല. വാ, രക്ഷപ്പെട്ട് കാര്യം നമുക്ക് നയിച്ചാൽ. ഫൈനലി വീണ്ടും സമാധാനം. ഹൈ റാക്കൂൺസ്. ഇങ്ങോട്ടേനും പോട്ടെ ഏറ്റി. ഫസ്റ്റ് പേഴ്സൺ മാറ്റട്ടെ, അതല്ലേ വൈബ്. വാ. എന്താ രസമല്ലേ? 2x സ്പീഡാക്കടാ. ഓക്കെ നിങ്ങളിപ്പോൾ കാണുന്നത് 2x സ്പീഡിലാണ്. ഞാൻ വല്ല ഇതിൻ്റെ ഇടയിൽ പോണ വഴിക്ക് എല്ലാം നന്നായിട്ട് കണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ പോണ വഴിക്ക് എല്ലാം നന്നായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, നമ്മളങ്ങനെ ഒരു രക്ഷപ്പെട്ട് ഒരു കാട്ടിലെത്തിക്കും ഗൈസ്. ഒരു കാടെന്ന് വെച്ചാൽ വെറൈറ്റി കാട് അല്ലേ? അതേ ഗൈസ്, ഒരു വെറൈറ്റി കാടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഈ കാടിൽ നിന്ന് വേണം ബാക്കി നമുക്ക് സർവൈവൽ ചെയ്യാൻ. പിന്നെ ഗൈസ്, ഈ സൈഡിലുള്ള ബട്ടൺസുകാരനെ സോറി. ഞാനൊരു ലാപ്ടോപ്പ് പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കുന്നുണ്ട്. ഒരു 2 വർഷം 3 വർഷം എടുക്കുമെന്ന് തോന്നുന്നു എനിക്ക്. 2 വർഷം 3 വർഷം അല്ല, 2 മാസം 3 മാസമെങ്കിലും എടുക്കും ഞാനത് വാങ്ങിയൊക്കെ സെറ്റ് ചെയ്യാൻ. അത് അറ്റാക്ക് ചെയ്യോടാ? അത് അറ്റാക്ക് ചെയ്യും കേട്ടോ. അറ്റാക്ക് ചെയ്യോടാന്നല്ല, അത് അറ്റാക്ക് ചെയ്യുമടാ. അത് അറ്റാക്ക് ചെയ്യുമടാ. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചു കൊടുത്തത് സേഫ് സ്ഥലമല്ല. ഞാൻ സേഫായിട്ട് കാട്ടി എത്തിയെന്നാണല്ലേ പറഞ്ഞു. സോറി ഗൈസ്, എനിക്ക് ഇന്നത്തെ വീഡിയോ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ തീരാറുമായി. അത് പോയല്ലേ? ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ തീരാറുമായി. അണ്ണാനാണോ നീ? അതെ, നീയാണ് സ്കൂറൽ. ഞാൻ വെച്ചത് ക്രൂവലാ. സോറി. നിന്നെ കൊല്ലാലാ. ഡാ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹായ് ലെതർ കിട്ടും. കണ്ട, ഇതാണ് റിയൽ ആട് അല്ലേ? നീയല്ലേ ആട്? എന്താ ഡോട്ട് സ്ട്രീപ്പ്, ഇതാണ് റിയൽ ആട്. നീയാണ് റിയൽ ആട്, ബാക്കിയെല്ലാം ഫേക്ക്. എന്നിട്ട് ഇതെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഒരു ബെഡ്.
പംകിൻ. അപ്പോൾ പംകിൻ കണ്ടതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവിടെ ഇത് കാണൂലേ, പംകിൻ ഉണ്ടെങ്കിൽ അപ്പോൾ വിച്ചിനെ കണ്ട് നമ്മൾ മിണ്ടാതിരിക്കണം. അപ്പോൾ വിച്ച് നൈസിനെ മുങ്ങിക്കോളും. പംകിൻ കണ്ട് അവിടെ കുറച്ചടുത്ത് വില്ലേജ് ഉണ്ടെന്നല്ലേ. ഇന്ന് ബെഡ് ഉണ്ടാക്കാം കേട്ടോ ഗൈസ്. ബെറ്റർ മൈൻക്രാഫ്റ്റ് ബെഡ് ഉണ്ടാക്കണം ഈസിയാണ്. കാരണം ഇവിടെ ഒരുപാട് ഇതുണ്ട്, ഒരുപാട് ഷീപ്പുണ്ട്. ഗൈസ് ഇന്ന് ചിലപ്പോൾ വൈകിട്ട് ഒരു വീഡിയോ കൂടെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഒന്നുമില്ല. Guys, we are so disappointed, but നമ്മൾ തിരിച്ച് വരും. ഇത് ഇച്ചിരി വെറൈറ്റി വൃത്തികേടായെന്ന് എനിക്കറിയാം, പക്ഷേ സോറി. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് നൈസിനെ ചത്തുപോയതാണ്. സോറി ഗൈസ്. ഇനി ഞാൻ നന്നായിട്ട് കളിച്ചോളാം. ഈ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നു. കാരണം എന്നും ഇനി വേറെ ഇത് എത്രാമത്തെ ടേക്ക് എടുക്കണമെന്ന് നിങ്ങൾക്കറിയാം. ഇത് എത്രാമത്തെ ടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടേക്കായി. ഞാൻ പറയണമല്ല മനസ്സിലാവുന്നുണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് കിട്ടിയല്ലേ, സമാധാനമായി ഗൈസ്. കാരണം എനിക്ക് എൻ്റെ ഈ സാധനമൊക്കെ തിരിച്ച് കിട്ടി. സോറി ഗൈസ്. കാരണം ഇത് ഞാൻ 2-3 വട്ടമായിട്ട് എടുക്കുക. എന്തായാലും ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ പോകണം. പുതിയ വേൾഡ് ഉണ്ടാക്കും വീണ്ടും ചാവും, പുതിയ വേൾഡ് ഉണ്ടാക്കും വീണ്ടും ചാവും. അപ്പോൾ എന്തുവാ, ശരി ഞാൻ നിർത്താൻ പോണ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തുവാ ഇനി മൾട്ടിപ്ലെയർ വീഡിയോസ് വരുന്നതായിരിക്കും, ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും. ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. നമുക്ക് ഡാൻസ് ആയാലോ. ഓക്കെ ഗൈസ്, ബൈ.